What the hell? Sorry. Really sorry. It's okay. ಹೆಂಗಿತ್ತು ಮಚ್ಚ? ಸೂಪರ್ ಅಲ್ಲ? ಬೇರೆ What the hell is your problem? I know you did it on purpose. ಏನಮ್ಮ ಬೇಜಾನ್ ನಿಗರಾಡ್ತಾ ಇದೆಯಾ? Don't touch. Me back. Give me my. I told you. Or. ನೋಡಿಲ್ಲ ನಾವು ಅಲ್ವಾ? എന്താടത്? ഇത് ദൈവമായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നടാ. സെറ്റാക്കിയത് നീടെ ഉടമ്പ് പോണ വേണ ആരടവൻ? എന്തിടിയടാ തൈക്കൊണ്ട ആഹാ എടാ കാമുകന്മാരാ ഇങ്ങനെ വേണം. ഇത് അവളുടെ കാമുകനൊന്നുമല്ല, നീ പോടാ. അവൻ ആ ഉമ്മാരടിച്ച് പ്ലാസ്റ്റിക് അങ്ങനെ കണ്ടില്ലേ? ഇതവളുടെ കാമുകൻ തന്നെയാണ്. എന്ത് ഭീകരനാടാ. ഒരു തെറ്റ് ചെയ്തു പോയി. അനിയത്തിപ്രാവല്ലേ ഞാൻ കണ്ടോ? കാണും നീയൊക്കെ ഇതിന്റെ ആൾക്കാരല്ലേ? എന്റെ മുത്തേ, എത്ര പ്രാവശ്യം കണ്ടിട്ടും നിനക്കൊന്നും ഈ പഞ്ചാര പരിപാടി നിർത്താറായില്ലേ? മറക്കാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ മറക്കണം. അല്ല പിന്നെ നീ അതിന്റെ ക്ലൈമാക്സ് വരെ കണ്ടു നോക്ക്. അരെ ഇത്രയും പറഞ്ഞിട്ടും ക്ലൈമാക്സ് മാത്രം നോക്കിയിട്ട് എന്താ കാര്യം? നിനക്ക് എന്താ പ്രശ്നം? കാണാൻ സമ്മതിക്കൂലേ? അയ്യോ കാണാൻ പിന്നെ നേരിന്ന് കാണല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ನೀವು ಕರೆ ಮಾಡಿರುವ ಸಂಖ್ಯೆ ಬಿಸಿಯಾಗಿರುವುದರಿಂದ ನಿಮ್ಮ ಕರೆಯನ್ನು ಕಾಯ್ದಿರಿಸಲಾಗಿದೆ. ದಯವಿಟ್ಟು ಲೈನ್ ಅನ್ನು ಹೋಲ್ಡ್ ಮಾಡಿ. ഇതിപ്പോ എന്താ ഇത്? നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല. പിന്നെന്താ നിന്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്? അയ്യേ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ഉണ്ട്? എടാ രഞ്ജിത്തെ നാസറ ഒന്നിങ്ങോട്ട് വന്നേ. എടാ എന്താടാ കരയുന്നു? അയ്യേ നീ എന്താ കരഞ്ഞാ? ഇല്ല. എന്താ പ്രശ്നം? പരീക്ഷ പേപ്പർ വീട്ടുകാർ കണ്ടുപിടിച്ച? പിന്നെ അവള് വിളിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അവള് തേച്ചിട്ട് പോയി കാണും. അതൊന്നും അല്ല. എടാ പോട്ടെടാ, അനിയത്തിപ്രാവ് നല്ല സിനിമയാടാ. ഇവന്മാർക്ക് വട്ടാണ്. റോസി ആന്റി നീ സംസാരിച്ചിട്ട് എടുക്കടാ. ഹലോ, മോനെവിടെയാ? ഞാൻ വില്ലയിലുണ്ട് ആന്റി. നാളെ വൈകുന്നേരേ ഫ്രണ്ട്സിനെ കൂട്ടി ഇങ്ങോട്ടൊന്ന് വാ. ചെറിയൊരു പരിപാടിയുണ്ട്. ശരി ആന്റി. ശരി ആന്റി. എടാ രാശ നമ്പർ ഒന്ന് കാണാം. കുറേ ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇനി നീയൊക്കെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി തരായിരുന്നോ മതി. ഞങ്ങളെന്ത് പ്രശ്നം ഉണ്ടാക്കി? എടാ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോ ഫുഡ് നിങ്ങൾ എത്തിയോ? ഓ താങ്ക് യു. ഇതെന്റെ ഫ്രണ്ടോ? ഹലോ. അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇതെന്റെ മകൻ റോഷൻ, UK മെഡിസിന് പഠിക്കുന്നു. ഓ ഹായ്, റോഷൻ. ഹലോ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇവിടെ പഠിക്കുവാണല്ലേ? ആ, എഞ്ചിനീയറിംഗ്. ഓ ഞാനും. നൈസ്. വാ എല്ലാരും വാ. ഇറ്റ്സ് ടൈം ഫോർ പാർട്ടി. കം. കേക്ക്.
എടാ കറി ഡാ, നീ എന്താ അവളോടൊന്നും മിണ്ടാത്തത്? നീ എന്നോട് തിന്നാൻ വന്നല്ലേ? ബാ ഇപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കും. ഓഹോ, നമുക്ക് അവിടെ ഇരിക്കാം. ഐ തിങ്ക് ചിക്കൻ ഈസ് സ്പൈസി. അത്രയ്ക്കൊന്നുമില്ല. ഓ സോറി നീ പിന്നെ ഇരുവിൻ്റെ ആളാണല്ലോ, എനിക്കൊന്നും പ്രശ്നമേ അല്ല. ചേട്ടാ കേക്ക് ഉണ്ടാ? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. കണ്ടുകൊണ്ടിരുന്ന പിന്നെയും കഴിക്കേണ്ടി വരും. നീ ചിക്കൻ കഴിച്ചാ? കുറച്ചരിവുണ്ട്. എന്ത്? ഡാ, സത്യം പറ, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? ആണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇനി ഇത് അമ്മമാരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നൊരു കള്ളം പറഞ്ഞ. ശരിക്കും ഞാൻ അവളോട് ഇഷ്ടം പറയാൻ പോകുന്നുള്ളൂ. ഇല്ലളിയാ, ഞാനായിട്ട് ആരോടും പറയാൻ പോലുള്ള. കണക്കായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമ്മളോടൊന്നും പറയാതെ ഇവനെ ഒളിപ്പിച്ചോണ്ട് നടന്നല്ലേ? സംഗതി ഇവൻ കാണിച്ച് ചറ്റത്തരാണെങ്കിലും നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇവനൊരു ഊളിയാണെന്ന് അവള് വിചാരിക്കണ്ട. അതെ. അല്ലേ? അല്ല അല്ല, അവനെ കാണാൻ എങ്ങനെയാ? അവനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, അവൻ്റെ കയ്യിലേ തൈക്കോണ്ടോ അല്ലെങ്കിൽ കുംഫു അങ്ങനത്തെ ഒരു ഐറ്റം അവൻ്റെ കയ്യിലുണ്ട്. കോണ്ടോ? തൈക്കോണ്ടോ, ഇടി, ഇതൊന്നും അറിയില്ലല്ലേ? അത്രേ ഉള്ളു. നീങ്ങ വന്നേ. ആ, അതെ, നമ്മൾ 4 പേരും അങ്ങോട്ട് നിന്ന് അവനെ പിടിച്ച് പുറത്തിട്ട് 3 അങ്ങ് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടാവും? അപ്പൊ എല്ലാവരും സ്ഥിരിക്കും. എടാ, അവൻ 5-6 പേരടിച്ച് പരിപ്പാക്കിയതാണ്. നീ കണ്ടാണോ? അല്ല, നല്ല പേടിയാണ്. അങ്ങനെയാണേ വേണ്ട, വേറെ പ്ലാൻ ചെയ്യാം. മാറ്റിപ്പിടിക്കാം. ആ, പണിയുണ്ട്. ഞാൻ രാത്രി കിടന്നിട്ട് ആലോചിക്കാം. പറഞ്ഞുതരാം. കിട്ടും. പിന്നെ കിട്ടും. രാത്രിയല്ലേ? അപ്പൊ അവനെ പിടയ്ക്കാം. അളിയ, നീ കൂടെ നിൽക്കുവോ? നിൽക്കും. എടാ, ഇവൻ അവനെ തട്ടിയ നീ പുറകിൽ നിന്ന് കത്രയെ പോട്ടിടണം. ഓക്കെ, എന്നിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ച് പറിച്ചേക്കണം. സോറി. അവൻ നമ്മളെ തിരിച്ചടിച്ചാലോ? ഇടി തുടങ്ങിയ പിന്നെ അവന് ഇടി കൊള്ളാനല്ലാതെ തിരിച്ചിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കല്ലേ? കൊടുക്കില്ല. അതെ, ഞാൻ ഇപ്പോൾ വരാം. നീ ഇവിടെ ഇരിക്കും. ഓക്സിജൻ എടുക്കാനായിരിക്കും. ഇത് കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. അതെ, പോണോടാ. കൂട്ടം മറക്കല്ലേ? എന്തൊരു പ്രശ്നം? ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ കത്രിക എങ്ങനെ? എടാ, ഇങ്ങനെ പിടി. അതങ്ങനെ ശരിയാവുക? ഞങ്ങൾ സോറി സോറി പറയാ നീ ഞങ്ങളോട്. ഞാനിന്ന് എന്റെ വേട്ടവളിയും വരെ തല്ലുന്നോടാ. സ്മോക്ക് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലേ? രാജേഷേ, ಆ ಸಸ್ಪೆಕ್ಟ್ ಅಲ್ಲ, ಅವನ ಲಾಕಪ್ ಅಲ್ಲಾಕ ಆ ಕೊಡಿ ಎಲ್ಲ ಸತ್ಯ ಬರುತ್ತೆ ನನ್ನ ಮಗನಿಗೆ. ಕಾನ್ಸ್ಟೇಬಲ್, ಒಂದು ಟೀ ತಗೊಂಬ. ನಿಮ್ಮ ಕೇಸ್ ಇಷ್ಟರಲ್ಲಿರಲಿ. ആജിമസ്താനെ ഒറ്റയടിക്ക് മൂത്രം ഒഴിപ്പിച്ചതാ. 3-ാം ദിവസം അയാൾക്ക് മൂത്രം പോകാതെ ICU കിടന്ന് മടിയായെന്ന് അറിഞ്ഞത്. മൂത്രമൊഴിക്കേണ്ടി വരും തോന്നുന്നില്ല എനിക്ക്. ಏನು ಅನ್ಕೊಂಡಿದ್ರ? ಆಚೆ ತರ ಬಂದೆ. ಓ, ಇವ್ರದು. ಸರ್, ಇವರು ಮಲಯಾಳಿಗಳು ಸರ್. ಓ, ಮಲಯಾಳಿ. ಏನಲ್ಲ ತಿಂದಿದ್ದೆಲ್ಲ ಎಲ್ಲಿಂದ ಎಡೆ ಕರೀತಾ? അല്ല സർ, அந்த செகண்ட் அடிச்சு போட்டு போதங்கெடுத்து இந்த பெண்ணை ரேப் செய்யல നിങ്ങളുടെ പ്ലാൻ. ലോഫർ ನಮ್ಮ ಮಕ್ಕಳ
നീനാ ഈ സംഘത്തലവൻ? പിന്നാറാ? ഇല്ല സാർ, ഞങ്ങൾക്ക് തലവനില്ല സാർ. അതെയാക്കെ? ഞങ്ങൾക്ക് സംഘം ഇല്ല സാർ. ಏನೋ ಇದು? ಇದು ಪಲ್ಲಲ್ವಾ? ನಿನಗದಡ ಕಡ ಪಲ್ಲು? അതവന്റെ 33ാമത്തെ പല്ല സാർ. ಏಯ್ ಸರ್, ಅವರೆನ್ನೆ ಹೊಡೆದ್ರು. ಅದಕ್ಕಾಗಿ ಏನ್ ಮಾಡ್ಲಿ? ಓ, ನಿನಗೇನ ಇವ್ರು ಹೊಡೆದಿತ್ತು? ಕಂಪ್ಲೇಂಟ್ ಹೊಡೆದಿತ್ತು ನಂಬಿದಿ. ಬಾಕಿ ನಾನು ನೋಕಿಕೊಳ್ಳೋ. അല്ല സാറേ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. ഇവളുടെ ഫ്രണ്ട്സാ. ഈ ನನ್ನ ಮಕ್ಕಳ? അതെ സാർ. ഒരു അബദ്ധം പറ്റിയതാ, സാറ് വെറുതെ വിടണം. ಕಾನ್ಸ್ಟೇಬಲ್, ಅವ್ರು ಹೋಗ್ಲಿ ಬಿಡಪ್ಪ, ಕಳಿಸ್ಬಿಡು. ಹೋಗ್ಯಾ? ಎಲ್ಲಿಂದಲ್ಲ ಬರ್ತಾರ ನನ್ನ ಮಕ್ಕಳು. നിക്ക്, പുറത്തെൻ്റെ കാർ കിടപ്പുണ്ട്. ಕಾನ್ಸ್ಟೇಬಲ್, പോയി കേറ്. ನಿಮಗೆಲ್ಲ ಒಂದು ಕೆಲಸ ಮಾಡಿದ್ರೆ എന്നെ തല്ലിയിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? സീനൊക്കെ അത് മര്യാദക്ക് വണ്ടി കയറും. ಹೋಗ್ಯಾ? ನೆಕ್ಸ್ಟ್ ಕೇಸ್ ಯಾವುದು? ചേട്ടാ, AC ഒന്ന് കൂട്ടിയിടുവോ? പുറയിലേക്ക് തണുപ്പ് കിട്ടുന്നില്ല. ടൂറോ അല്ല, തല്ലാൻ കൊണ്ടുപോവാ. എന്നാ ചൂട് മതി അല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, പക്ഷെ പോയതെൻ്റെ ഒരു പല്ല. ഈ 4 പേര് ചേർന്ന് ഒരാളെ തല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലിയാ എനിക്ക് ശീലം. പല്ലൊരെണ്ണം എന്തായാലും ഞാൻ എടുക്കും. ആരുടെയാ? അത് ആരുടെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എല്ലാരും ഇറങ്ങിയോ? എല്ലാരും പല്ല് കൊടുക്കണോടാ? അപ്പൊ എങ്ങനെ, ആരാ ആദ്യം? ഇവനാണ് പോണ. അന്നതങ്ങനെ പറ്റിപ്പോയി. തിരിച്ചല്ലേ തീരുന്നുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ ഇവന്മാരൊന്നും ചെയ്യരുത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തല്ലുകൊള്ളണ്ട. തല്ലി തീർക്കാനാണ് തല്ലട്ടെ. തല്ലാനോ കൊല്ലാനോ ഒന്നും കൊണ്ടൊന്നുമല്ല. വാ, രാജേഷിനോട് കുറച്ച് സംസാരിക്കണം. വേറൊന്നുമല്ല, ചാരുൻ്റെ കാര്യം. എടോ, താൻ കരുതുന്നതിൽ ഇഷ്ടമല്ല ചാരും തന്നോടുള്ളത്. അത് തുറന്നു പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും. ചാരുവിനെ എനിക്കറിയാം. തന്നെ പോലെ ഒരാളോട് അവൾക്കൊരിക്കലും ഇഷ്ടം തോന്നില്ല. എന്തിനു വെറുതെ? ഒരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാ പോരെ? ചാരു, രാജേഷ് ഇനി ഒരു ശല്യം ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ?